കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഇ അഹമ്മദിനെതിരെ ഗുരുതരമായ ഗൗരവമായ ആരോപണമാണ് RVS മണി, അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹം ഉന്നയിച്ചത്. RVS മണി എന്ന് പറഞ്ഞാൽ വളരെ മികച്ച ഉദ്യോഗസ്ഥനാണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെക്കുറിച്ച് 5 പുസ്തകങ്ങൾ വരെ എഴുതിയിട്ടുള്ള ഒരു വിദഗ്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അദ്ദേഹം പറഞ്ഞത് ANIയോട് നടത്തിയ അഭിമുഖത്തിലാണ്. ഇപ്പോൾ ഇ അഹമ്മദ് ജീവിച്ചിരിക്കാത്തത് കൊണ്ട് താൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇ അഹമ്മദിനെ മാത്രമല്ല 2008 മുംബൈ സ്ഫോടനത്തിൽ കോൺഗ്രസിന് പാകിസ്ഥാൻ ISIയുമായി രഹസ്യമായ ഒരു ധാരണയുണ്ടായിരുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ സമയത്ത് കേരളത്തിലെ ഒരു നേതാവിനെതിരെ ഇത്ര വലിയ ഗുരുതരമായ രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നിട്ട് പോലും കേരളത്തിലെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, കാര്യമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല, അത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. വേണമെങ്കിൽ പലർക്കും അതിനെ എതിർക്കാം, അതിൻ്റെ യുക്തിഭദ്രതയെ ചോദ്യം ചെയ്യാം, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയാം. പക്ഷേ ഈ വാർത്ത ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പത്രം വായിക്കുന്ന അല്ലെങ്കിൽ ചാനൽ കാണുന്ന ആർക്കും അത് വ്യക്തമാവുന്ന കാര്യമാണ്. ഇപ്പോൾ കേരളത്തിലെ ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും പി രാജീവും VD സതീശനും തമ്മിലുള്ള വാക്ക് തർക്കവും, അതേപോലെ തന്നെ മുഹമ്മദ് റിയാസും VD സതീശനും തമ്മിലുള്ള വാക്ക് തർക്കവും ഒക്കെ വലിയ വാർത്തകളാക്കി കൊടുക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രി ഗുരുതരമായ ആരോപണം നേരിട്ട സമയത്ത് അദ്ദേഹം ജീവിച്ചിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ ആളുകളൊക്കെ തന്നെ അത് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിമർശനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കാരണം 1947 ഇന്ത്യ വിഭജിക്കപ്പെട്ടത് മതത്തിൻ്റെ പേരിലാണ്. അങ്ങനെയാണ് മുസ്ലിം വിശ്വാസികൾക്ക് തങ്ങൾക്കൊരു പ്രത്യേക രാജ്യം വേണം എന്ന മുസ്ലിം ലീഗിൻ്റെ ആവശ്യം, ആ ആവശ്യത്തിന് വഴങ്ങിയായിരുന്നു നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന ഒരു രാജ്യത്തെ വെട്ടിമുറിച്ചത്. പക്ഷേ അതിനുശേഷം ഇന്ത്യയിലെ മുസ്ലിം ലീഗ് അന്ന് തങ്ങൾ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് അല്ല, തങ്ങൾ ഇന്ത്യൻ മുസ്ലിം ലീഗാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വതന്ത്ര പാർട്ടിയായിട്ട് അവർ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ വിഭജനത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അതിൻ്റെ പേരിൽ ആരും മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ അതിനുശേഷം സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനവുമായിട്ട് വളരെ ഒരുമിച്ച് പ്രവർത്തിക്കുകയും കേരളത്തിൽ അധികാരത്തിലേറുകയും ചെയ്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഒരുപക്ഷെ ആദ്യത്തെ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസ് അവരെ മുന്നണിയിൽ ചേർക്കാൻ തയ്യാറായിരുന്നില്ല. ആദ്യമായിട്ട് അവരെ ചേർത്തത് CPM ആണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇവരെ മുന്നണിയിൽ ചേർത്തത്. ആദ്യം തൊപ്പി ഊരിക്കൊണ്ട് മാത്രമാണ് CD സാഹിബിന് സ്പീക്കർ ആവാൻ കഴിഞ്ഞത് എന്നുള്ള ചരിത്രമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ആദ്യം ലീഗിനോടൊക്കെ വലിയൊരു ഐത്തം കാണിച്ചിരുന്ന കോൺഗ്രസ്, പക്ഷേ CPM വളരെ കാര്യമായിട്ട് ലീഗിനെ കൂട്ടുപിടിച്ച സമയത്ത് അവരും അവരുടെ സഖ്യകക്ഷിയായിട്ട് മാറുന്നു. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും നിർണായകമായ ശക്തിയായിട്ട് മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കേരളത്തിലെ ഭരണത്തിൽ നിർണായകമായ സ്വാധീനമുള്ള ഒരു പാർട്ടിയുടെ പ്രമുഖനായ നേതാവ്, അദ്ദേഹം ജീവിച്ചിരുന്നില്ലെങ്കിൽ പോലും പ്രമുഖനായ നേതാവ്, കേന്ദ്രമന്ത്രിയായിരുന്ന നേതാവ്, നിരവധി തവണ MP ആയിരുന്നു, കേരളത്തിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. അങ്ങനെ ഒരു നേതാവിനെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യാത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുപോലെ തന്നെയാണ് നമ്മുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലാണ് അന്നത്തെ ഭരണാധികാരികളൊക്കെ പ്രവർത്തിച്ചത്. 2008 മുംബൈയിൽ സ്ഫോടനം നടന്നത്. അന്ന് ജീവനോടെ പിടിക്കപ്പെട്ടത് അജ്മൽ കസബ് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചരടുണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും കാരണവശാൽ അജ്മൽ കസബിനെ ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊരു ഹിന്ദു തീവ്രവാദി ആക്കി മാറ്റാനുള്ള ഒരു ശ്രമമായിരുന്നു നടന്നിരുന്നത്. കാരണം അങ്ങനെയൊരു കോയിനിങ് തന്നെ ആ സമയത്താണ് തുടങ്ങിയത്, ഹിന്ദു തീവ്രവാദം. അന്ന് അങ്ങനെയൊരു വാക്കുകൾ ഉപയോഗിക്കാൻ പാർട്ടി നേതാക്കൾ തീരുമാനിച്ചിരുന്നു, തന്നോട് ആവശ്യപ്പെട്ടിരുന്നു എന്നൊക്കെ അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ പിന്നീട് പറയുകയുണ്ടായി. അപ്പം ഇങ്ങനെ വലിയൊരു ഗൂഢാലോചന നടന്നു. പാകിസ്ഥാനിലെ ISIയുമായിട്ടുള്ളൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് RVS മണി പറയുന്നത്. കാരണം ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു, പാക് തീവ്രവാദികൾ കപ്പലിൽ ഇന്ത്യ തീരത്തേക്ക് വരുന്നു എന്ന്. പക്ഷേ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്താൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് വിസമ്മതിക്കുകയാണ് ചെയ്തത്. വളരെ ബോധപൂർവമായൊരു ശ്രമം ആണ് നടന്നത് എന്നുള്ളതാണ് പറയുന്നത് 2008 സ്ഫോടനം. ഈ ഒരു സ്ഫോടനം സംശയത്തിന് നിഴലായതെ തുടർന്ന് നിരവധി സ്ഫോടനങ്ങൾ, ഈ സമയത്ത് നടന്ന നിരവധി സ്ഫോടനങ്ങളും സംശയത്തിന് നിഴലാവുകയാണ്. നിരവധി സ്ഫോടനങ്ങളാണ് 2006 ജൂലൈയിൽ മുംബൈയിൽ 11 സ്ഥലത്ത് തുടർച്ചയായിട്ടുള്ള ട്രെയിൻ നേരെ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്.
2005 സ്ഫോടനം നടന്നു. 2005 ഒക്ടോബർ 29 ദീപാവലി, ഡൽഹിയിൽ ദീപാവലി ദിവസം സ്ഫോടനം നടന്നത് 62 പേരാണ് മരിച്ചത്. 2006 വാരണാസിയിൽ സ്ഫോടനം നടന്നു. അത് ഇരട്ട സ്ഫോടനമായിരുന്നു. 2006 ജൂലൈ 11 മുംബൈയിൽ ട്രെയിൻ സ്ഫോടനം നടക്കുന്നത്. 2007 സംഝോത എക്സ്പ്രസ് സ്ഫോടനം നടക്കുന്നു. 2007 ഓഗസ്റ്റ് 25 ഹൈദരാബാദിൽ സ്ഫോടനം നടക്കുന്നു. 2008 ജയ്പൂരിൽ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ 9 കേന്ദ്രങ്ങളിൽ സ്ഫോടനം നടക്കുന്നു. 2008 ജൂലൈ 26 അഹമ്മദാബാദിൽ സ്ഫോടനം നടക്കുന്നു. 2008 സെപ്റ്റംബർ 17 ഡൽഹിയിൽ സ്ഫോടനം നടക്കുന്നു. 2008 നവംബർ 26 ബോംബെയിലെ ഭീകരാക്രമണം നടക്കുന്നത്. 2011 സ്ഫോടനം നടക്കുന്നു. 2013 അങ്ങനെ നിരവധി സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഇത്രയധികം സ്ഫോടനങ്ങൾ നടന്നത്. ഇതിൻ്റെ പിറകിൽ ആരായിരുന്നു? ഒരു ഹിന്ദു തീവ്രവാദം ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഗൂഢാലോചനയാണോ ഇത് എന്നുള്ളത് ഗൗരവമായി അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരു പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത്? വേണമെങ്കിൽ അവർ വിമർശിക്കട്ടെ, ഈ അഹമ്മദിനെ ന്യായീകരിക്കട്ടെ, പക്ഷെ അതിന് പോലും തയ്യാറാവാതെ ഈ ഒരു വാർത്തയിൽ നിന്ന് ഒളിച്ചോടാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.